സഭ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടിയാണ് നേരത്തെ മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതിനു മുമ്പ് തന്നെ ഈ വിഷയങ്ങൾ പല പ്രാവശ്യം പല വേദികളിൽ ഉന്നയിച്ചിട്ടുള്ളതുമാണ്. ഈ സോനയുടെ വിഷയത്തിലാണെങ്കിലും സീറോ മലബാർ സഭ ഞങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഒരു കൃത്യമായ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തിൽ ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയായിരുന്നു. അത് ആ കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും കുടുംബത്തോട് ഉള്ള ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഞങ്ങളാൽ കഴിയുന്ന പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ബോധവൽക്കരണങ്ങൾ അത് ഞങ്ങൾ നേരത്തെ മുതലേ നടത്തി വരുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൈം സ്റ്റെപ്പ് എടുക്കേണ്ടത് തീർച്ചയായിട്ടും യാക്കോബായ സഭയിൽ. നമസ്കാരം. കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല, അത് ഒരു മാധ്യമ സൃഷ്ടി മാത്രമാണ്, അല്ലെങ്കിൽ തൽപരകക്ഷികളുടെ ഭാവന മാത്രമാണ് എന്ന് പറഞ്ഞു പരത്തിയിരുന്ന ആളുകൾ ഇപ്പോൾ എന്തു പറയുന്നു? കോതമംഗലത്ത് സോന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ലവ് ജിഹാദിനിരയായി, നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയായി, അതികഠിനമായ ശാരീരിക ഉപദ്രവങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയായി ആ കുട്ടി ആത്മഹത്യ ചെയ്തു. ഈ സന്ദർഭത്തിലും കേരളത്തിൽ ലവ് ജിഹാദ് ഇല്ല എന്ന് പറയുന്ന സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ താങ്ങി നിർത്തുന്ന CPM-ഉം വളരെ ഗൗരവമായി ഈ വിഷയം ചിന്തിക്കണം എന്നാണ് മരണമടഞ്ഞ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ കുടുംബത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സീറോ മലബാർ സഭ നടത്തിയ പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത്. സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് സെക്രട്ടറിയായ ഫാദർ ജെയിംസ് കൊക്കാവയലിൽ ആണ് മാധ്യമങ്ങളോട് സഭയുടെ നിലപാടുകൾ വ്യക്തമാക്കിയത്. ഒരു കുടുംബത്തിൻ്റെ ആശ്രയമാണ്, അത്താണിയാണ് നഷ്ടമായത്. ഇനി കേരളത്തിൽ ഒരു പെൺകുട്ടിക്കും ഇതുപോലെ ലവ് ജിഹാദിന് ഇരയായി ജീവൻ നഷ്ടപ്പെടുവാൻ, മാനാഭിമാനം നഷ്ടപ്പെടുവാൻ, നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാകുവാൻ ഇടയുണ്ടാവരുത് എന്നാണ് ഫാദർ കൊക്കാവയലിൽ എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കേസ് കേരള പോലീസ് അന്വേഷിച്ചാൽ മതിയാകില്ല, ഈ കേസ് NIA-ക്ക് വിടണം എന്ന് തന്നെയാണ് ഫാദർ ജെയിംസ് കൊക്കാവയലിൽ ആവശ്യപ്പെട്ടത്. കാരണം ഈ പെൺകുട്ടിയെ കോതമംഗലത്ത് നിന്നും പാനായിക്കുളത്തേക്കാണ് കൊണ്ടുപോയത്. ഇന്ത്യയുടെ ഭൂപടത്തിൽ, കേരളത്തിൻ്റെ ഭൂപടത്തിൽ തീവ്രവാദ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്ന തരത്തിൽ തീവ്രവാദ പ്രവർത്തനം നടന്നു എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്, രേഖപ്പെടുത്തിയ സ്ഥലമാണ് പാനായിക്കുളം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ, കേരളത്തിൻ്റെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പാനായിക്കുളം എന്നൊരു ഭൂപ്രദേശം അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സിമിയുടെ തീവ്രവാദ ക്യാമ്പുകൾ പാനായിക്കുളത്ത് ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ കണ്ടെത്തിയിരുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സോന എന്ന പെൺകുട്ടിയെ മതപരിവർത്തനത്തിന് വേണ്ടി പാനായിക്കുളത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റങ്ങളോ തീവ്രവാദ കുറ്റങ്ങളോ ഉണ്ടോ എന്നറിയണമെന്നുണ്ടെങ്കിൽ തീർത്തും ഇത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കണം എന്ന് തന്നെയാണ് ഫാദർ ജെയിംസ് കൊക്കാവയലിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് കേവലം മതപരിവർത്തനത്തിൻ്റെയോ ലവ് ജിഹാദിൻ്റെയോ കേസ് മാത്രമായി സംസ്ഥാന സർക്കാർ കുറഞ്ഞ വകുപ്പുകൾ ഇട്ട് ഈ കേസ് അന്വേഷിക്കാൻ പാടില്ല, ഗൗരവമേറിയ വകുപ്പുകൾ ഇതിൽ എന്തുകൊണ്ട് ചേർത്തിട്ടില്ല എന്നുകൂടി ഫാദർ കൊക്കാവയലിൽ ചോദിക്കുന്നു. ഇന്ത്യയിലെ ഓരോ വ്യക്തിക്കും അവരവർക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുവാനും ആ മതം അനുശാസിക്കുന്ന പോലെ ജീവിക്കുവാനും സ്വാതന്ത്ര്യമുണ്ട്. ഭരണഘടന അത് അനുശാസിക്കുന്നുണ്ട്. ഭരണഘടന അത് എല്ലാവർക്കും അവകാശം നൽകുന്നുമുണ്ട്. എന്നാൽ നിർബന്ധിത പരിവർത്തനം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിയമവിരുദ്ധം തന്നെയാണ്. അങ്ങനെയെങ്കിൽ ലവ് ജിഹാദിൽ കുരുക്കി പെൺകുട്ടികളെ നിർബന്ധിത മതപരിവർത്തനത്തിന് ഇരയാക്കുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിലുള്ള രാജ്യദ്രോഹ കുറ്റത്തിലോ തീവ്രവാദ പ്രവർത്തനത്തിലോ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളാണോ, നേരത്തെ ഉൾപ്പെട്ടിരുന്ന ആളുകളാണോ, അവർക്ക് അത്തരത്തിൽ ഒരു പശ്ചാത്തലമുണ്ടോ, തീവ്രവാദ ബന്ധമുണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അതിനുവേണ്ടി ഈ കേസ് NIA-ക്ക് വിടണം, NIA അന്വേഷിക്കണം എന്ന ആവശ്യമാണ് കേന്ദ്ര സർക്കാരിനോട് തങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എന്നാണ് കോതമംഗലത്തെ സോന എന്ന പെൺകുട്ടിയുടെ മരണത്തിൽ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട്, ആ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സീറോ മലബാർ സഭ നടത്തിയ പത്രസമ്മേളനത്തിൽ എടുത്തു പറഞ്ഞ വസ്തുത. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ കൂടുതൽ ഗൗരവം കാണിക്കണം എന്ന് തന്നെയാണ് വൈദികർ എടുത്തു പറഞ്ഞത്. താരതമ്യേന ഗൗരവം കുറഞ്ഞ വകുപ്പുകളിട്ടാണ് ലവ് ജിഹാദിനിരയായി ആത്മഹത്യ ചെയ്ത ഈ പെൺകുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് കേസുകളിൽ സർക്കാർ എഴുതി ചേർത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് എഴുതി ചേർത്തിരിക്കുന്നത് എന്നാണ് ഫാദർ കൊക്കാവയലിൽ ആക്ഷേപിച്ചത്. അത് പാടില്ല.
ലവ് ജിഹാദ് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. ഇന്ത്യയെയും കേരളത്തെയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന മാരകമായ ക്യാൻസറാണ്. ഇതിനെ മുളയിലെ നുള്ളുവാൻ കേരളം 10 വർഷം ഭരിച്ച പിണറായി വിജയന് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ദൂരവ്യാപകമായിരിക്കും. അതുകൊണ്ട് താരതമ്യേന ഈ കേസിൽ, അതായത് സോനയുടെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് സോന മരിക്കാനിടയായ, ആത്മഹത്യ ചെയ്യാനിടയായ ഈ സംഭവത്തിൽ കേവലം ഗൗരവം കുറഞ്ഞ വകുപ്പുകൾ ചാർത്തി ഇത് കേസാക്കി മാറ്റി ആ കേസ് തേച്ചു മായ്ച്ച് കളയാൻ ആരും ശ്രമിക്കരുത് എന്നുകൂടി ഫാദർ പറയാതെ പറഞ്ഞു വയ്ക്കുന്നു. കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഫാദർ എടുത്തു പറഞ്ഞു. ഛത്തീസ്ഗഡിൽ കേരളീയരായ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ അവരുടെ മോചനത്തിന് വേണ്ടി ശ്രമിച്ചവരിൽ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും യുവനേതാവുമായ ഷോൺ ജോർജുമാണ് ഏറെ പണിപ്പെട്ടത്. കാരണം ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്ന ഷോൺ ജോർജിനും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖരനും ആ കാര്യത്തിൽ ഏറെ ദൂരം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിച്ചിട്ടുണ്ട്. കന്യാസ്ത്രീ അമ്മമാരെ ജയിലിനകത്ത് നിന്ന് പുറത്തിറക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഈ കാര്യത്തിൽ മതിയായ നിയമസഹായവും മറ്റു സാങ്കേതിക സഹായ സഹകരണങ്ങളും നൽകിയ രാജീവ് ചന്ദ്രശേഖരനും ഷോൺ ജോർജിനും നന്ദി പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു എന്നുകൂടി മാധ്യമ സമ്മേളനത്തിനിടയിൽ സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് ഡയറക്ടറായ ഫാദർ ജെയിംസ് കൊക്കാവയിൽ സമയം കെട്ടുകയുണ്ടായി, അവരെ അഭിനന്ദിക്കുകയുണ്ടായി, നന്ദി പറയുകയുണ്ടായി. ഈ കാര്യത്തിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾക്ക് തങ്ങളോട് നീരസം തോന്നേണ്ട കാര്യമില്ല. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അവിടെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഷോൺ ജോർജിനും രാജീവ് ചന്ദ്രശേഖരനുമായി എന്നുള്ളത് സത്യാവസ്ഥ തന്നെയാണ്. ഇവിടെ രാഷ്ട്രീയ വടംവലികളുടെ കാര്യമില്ല. പകരം മറ്റൊരു കാര്യം കൂടി ഫാദർ കൊക്കാവേലിൽ എടുത്തു പറഞ്ഞു. ഈ അടുത്ത കാലത്തായി സഭാ മേലധ്യക്ഷന്മാരെ ആക്ഷേപിക്കുന്ന ഒരു രീതി കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ ഭാഗത്തു നിന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ, യുവജന പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി DYFI പോലുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇത് തീർത്തും അപലപനീയം തന്നെയാണ്. മതനിരപേക്ഷമായ നിലപാടുകൾ വച്ചു പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ യുവജന സംഘടനകളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനുമെല്ലാം മതപുരോഹിതന്മാരെ, അതായത് ക്രൈസ്തവ മതപുരോഹിതന്മാരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അത് തികച്ചും അപലപനീയം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് തങ്ങളുടെ പ്രതീക്ഷ എന്നുകൂടി വൈദികർ എടുത്തു പറഞ്ഞു. മതനിരപേക്ഷമായ ഒരു സംസ്ഥാന സർക്കാരാണ് നമുക്കുള്ളത്. പിണറായി വിജയൻ സർക്കാർ, കമ്മ്യൂണിസ്റ്റ് സർക്കാർ മതനിരപേക്ഷമായ നിലപാടുകൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ക്രൈസ്തവ മത പുരോഹിതരെ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ നേതാക്കളും അതിൻ്റെ യുവജന സംഘടനയുടെ നേതാക്കളുമെല്ലാം ഇത്ര കണ്ട് അധിക്ഷേപകരങ്ങളായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് വിമർശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അത് അപലപനീയം തന്നെയാണ്. തങ്ങൾക്കതിലുള്ള പ്രതിഷേധവും കൃത്യമായി തന്നെ മുഖ്യമന്ത്രിയെ അറിയിക്കുന്നു എന്ന് തന്നെയാണ് ഈ മാധ്യമ സമ്മേളനത്തിൽ ഫാദർ ജെയിംസ് കൊക്കാവേൽ അറിയിച്ചത്. എന്തായാലും ലവ് ജിഹാദ് കേരളത്തിൽ നടക്കുന്നില്ല, ആരുടെയൊക്കെ സ്വപ്നമാണ് എന്ന് മുഖ്യമന്ത്രിയും നേരത്തെ പറയുകയുണ്ടായി. മുഖ്യമന്ത്രിയുടെ അറിവിലേക്ക് കൂടിയാണ് ഈ ഒരു പത്രസമ്മേളനം ചെന്ന് എത്തി നിൽക്കുന്നത് എന്നുകൂടി വേണം മനസ്സിലാക്കാൻ. എന്തായാലും ഈ കേസിൽ NIA അന്വേഷിക്കണം എന്നുള്ള സീറോ മലബാർ സഭയുടെ ആവശ്യം ഏത് തരത്തിൽ പരിഗണിക്കപ്പെടും എന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ ലവ് ജിഹാദിൻ്റെ പേരിൽ, നിർബന്ധിത മതപരിവർത്തനത്തിൻ്റെ പേരിൽ ആർക്കും ജീവൻ നഷ്ടപ്പെടാതിരിക്കണം, മാനാഭിമാനം നഷ്ടപ്പെടാതിരിക്കണം. എല്ലാവർക്കും അവരവർ വിശ്വസിക്കുന്ന മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആ മതത്തിൻ്റെ അനുഷ്ഠാന വിശ്വാസ പ്രമാണങ്ങളോടുകൂടി ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഭരണഘടന വിഭാവനം ചെയ്യുന്നുണ്ട്, അനുശാസിക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. അതിനുള്ള സ്വാതന്ത്ര്യം ഓരോ മനുഷ്യനുമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ഭീകരവാദ സംഘടനയും ഒരു മതസംഘടനയും കടന്നു കയറാൻ പാടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ മാധ്യമത്തിൻ്റെയും അഭിപ്രായം. സഭ ഈ ഒരു വിഷയത്തെ വളരെ ഗൗരവത്തോടുകൂടിയാണ് നേരത്തെ മുതലേ കണ്ടുകൊണ്ടിരിക്കുന്നതും ഇതിനു മുമ്പ് തന്നെ ഈ വിഷയങ്ങൾ പല പ്രാവശ്യം പല വേദികളിൽ ഉന്നയിച്ചിട്ടുള്ളതുമാണ്. ഈ സോനയുടെ വിഷയത്തിലാണെങ്കിലും സീറോ മലബാർ സഭ ഞങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഒരു കൃത്യമായ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തിൽ ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം അത് തന്നെയായിരുന്നു. അത് ആ കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ആ കുടുംബത്തോട് ഉള്ള ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. ഞങ്ങളാൽ കഴിയുന്ന പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ബോധവൽക്കരണങ്ങൾ അത് ഞങ്ങൾ നേരത്തെ മുതലേ നടത്തി വരുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷേ ഇതിൻ്റെ ഒരു പ്രൈം സ്റ്റെപ്പ് എടുക്കേണ്ടത് തീർച്ചയായിട്ടും യാക്കോബായ സഭയിൽ